എല്ലാവർക്കും മാഗ്നാമെൻ്റർ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. CGL 2024 എക്സാമിൻ്റെ ക്രാഷ് കോഴ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിലെ 5 ഡേയ്സ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ അതിൻ്റെ ഡേ 6 ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് CGL എക്സാമിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാ എക്സാംസിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഈ ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ചെയ്യുന്നത്. കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ്. ബേസ് അറിയാത്തവർ, തുടക്കക്കാരായിട്ടുള്ളവർ, ഡയറക്റ്റ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഇതിലെ വീഡിയോ കണ്ടു വരുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല ഇതിൽ പറയുന്ന മെത്തേഡ്സൊക്കെ. പക്ഷെ അവർ ചെയ്യേണ്ട കാര്യം ഇത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ വേറെ ഓഫ്ലൈൻ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളിലോ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. അവിടെ നിങ്ങൾ ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോസിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷേ അത് ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. അപ്പോൾ അതറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഒന്ന് പഠിച്ച ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് ചാനലിലെ ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ കാണുക, കുറച്ച് സ്വന്തമായിട്ടൊക്കെ എഫേർട്ട് ഇട്ടിട്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് അറിയാവുന്നവർക്ക് ഈ ക്ലാസ് പോലെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള വേറെ ക്ലാസ് കാണില്ല. അത് നിങ്ങളുടെ കമൻറ്റ് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ലാക്കാണ്, നിങ്ങൾക്കത് അറിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി അങ്ങനെ പ്രിപ്പയർ ചെയ്ത് സെറ്റാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഠിച്ച് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്കിന്ന് CGLൻ്റെ എക്സാം നമുക്ക് സെപ്റ്റംബർ 9 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റുകളും ഷെഡ്യൂളുകളെല്ലാം ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തൊരു കാണുക. അപ്പോൾ നമുക്കിന്ന് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടഫായിട്ടുള്ള PYQs നോക്കാം. ടഫായിട്ടുള്ള PYQs എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ നോർമൽ സൊല്യൂഷൻസൊക്കെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് കിട്ടും. അപ്പോൾ ഇത് എങ്ങനെ പേന എടുക്കാതെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേന എടുക്കാതെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഇന്നത്തെ ഈ ക്രാഷ് കോഴ്സിലെ ഈ 10 ക്വസ്റ്റ്യനിലൂടെ ഞാൻ കാണിച്ചു തരാം. പേന എടുക്കാതെ ചെയ്യുന്ന മെത്തേഡ് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ 2 സ്റ്റെപ്പിൽ 2 ലൈൻ എഴുതേണ്ടി വന്നാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ മെത്തേഡ് അത്രത്തോളം ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 11/5 of a number A is 22% of number B. The number B is equal to 2.5 times of a third number C. If the value of C തന്നിട്ടുണ്ട്, then the sum of 80% of A and 40% of B. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിലെ ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യുന്ന വീഡിയോയും അതുപോലെ തന്നെ ഡിജിറ്റൽ സമ്മിൻ്റെ വീഡിയോയും കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മാത്സിൻ്റെ എക്സസൈസ് ഡെയിലി ചെയ്യുന്ന ഒരാൾക്കും അതുപോലെ ഡിജിറ്റൽ സമ്മ് നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ പേന എടുക്കാതെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറേ പേർക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസിന്, ക്രാഷ് കോഴ്സിനൊക്കെ വ്യൂ കിട്ടാത്തതിൻ്റെ കാരണം എനിക്കറിയാം. കാര്യം കുറേ പേര് ക്ലാസ് കണ്ടുവരും, പക്ഷേ അവർക്ക് ഇതിൽ ചെയ്തിരിക്കുന്ന മെത്തേഡ്സിൻ്റെ സ്പീഡ് ഒന്നുകിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ പ്രിപ്പറേഷനിലെ പ്രശ്നങ്ങളാണ്. ഡെയിലി മാത്സിന് സ്പീഡില്ലാത്തതും അതുപോലെ കൺസെപ്റ്റുകൾ ആ ഒരു ലെവലിൽ പഠിക്കാത്തതുകൊണ്ടുമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അത് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു ലെവലിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരുപാട് പേർക്ക് ഇത് ബെനിഫിഷ്യലും ആവുന്നുണ്ട്. യെസ്, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ബിയുടെ ഇതാണ് വേണ്ടത്. സം ഓഫ് 80% ഓഫ് എയും 40% ഓഫ് ബി ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പേന എടുക്കാതെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. 11/5 ഓഫ് നമ്പർ എ ഈസ് 22% ഓഫ് നമ്പർ ബി. അപ്പോൾ 11/5 ഒന്നാക്കി കഴിഞ്ഞാൽ 1 ഇൻറ്റു ആ നമ്പർ എ വരും. അതായത് ആ നമ്പർ ഫുള്ള് വരും. ഇതിനെ ഒന്നാക്കാൻ വേണ്ടി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേ കാര്യം തന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിനെ 5/11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 22% എന്ന് പറഞ്ഞാൽ എത്ര? 22/100 ആണ്. 11/50 ആണ്. അപ്പോൾ 11/50 അല്ലെങ്കിൽ 11/50 5/11 കൊണ്ട് ഗുണിക്കുമ്പോൾ 11 പോയി 5 50 കൂടെ 1/10 കിട്ടി. അതായത് A/B എന്ന് പറഞ്ഞാൽ 1/10 എന്ന് കിട്ടി. A 1 ആണെങ്കിൽ B എത്രയാണ്? 10 ആണ്. A 1 ആണെങ്കിൽ B 10 ആണെന്ന് കിട്ടി. ഇനി ദ നമ്പർ B ഈസ് ഈക്വൽ ടു 2.5% ഓഫ് എ തേർഡ് നമ്പർ C. അപ്പോൾ നമ്പർ B 2.5% ഓഫ് എ തേർഡ് നമ്പർ C ആണ്. അപ്പോൾ A 1 ആണെങ്കിൽ B 10 ആണ്, ആയിക്കോട്ടെ. തേർഡ് നമ്പർ Cയുടെ 2.5% ആണ് B എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ C 100 ആണെങ്കിൽ അതിൻ്റെ 2.5% 2.5 ആണ്. അപ്പോൾ C 1000 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ 2.5% 25 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തേർഡ് നമ്പർ C 1000 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ B 25 വന്നു. ഇനിഷ്യൽ കേസിൽ B 10ഉം A 1 ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പേന എടുക്കാതെ ചെയ്യുന്നതെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ A 1ഉം B 10ഉം ആയിരുന്നു. അപ്പോൾ 10നെ 2.5 എന്ത് ചെയ്യണം? 1 ആക്കണം. 10നെ 2.5 1 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ഒന്നുകിൽ 1 10, A 1 ആണെങ്കിൽ B 10 ആണ്. അല്ലെങ്കിൽ നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ A 10 ആണെങ്കിൽ B 100 ആണ്. ഇതിൽ 2.5ഉം ഓക്കെ, അത് വേണ്ട, 1 10 അത് മതി. 1 ആണെങ്കിൽ A 1 ആണെങ്കിൽ B 10 ആണ്. രണ്ടാമത്തെ കേസിൽ നമുക്ക് എന്ത് വന്നു? 25 വന്നു. ഓക്കെ, അപ്പം ഒന്ന് 10 ആക്കാം. A 10 ആകുമ്പോൾ B 100 ആണ്,
എ 10 ബി 100 മനസ്സിൽ തന്നെ വരട്ടെ. എ 10 ബി 100, പിന്നെ ബി 25 സി 1000. നമുക്ക് എന്ത് ചെയ്യാം, അതിനെ 4 കൊണ്ട് ഗുണിക്കും. 25 4 കൊണ്ട് ഗുണിച്ചാൽ 100 ആവുമല്ലോ. അപ്പോൾ അവിടെ ആദ്യത്തെ കേസിലും ബി 100 രണ്ടാമത്തെ കേസിലും 100. ഇതൊക്കെ മൈൻഡിലൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ മൈൻഡ് സ്പീഡാവുന്നതിനനുസരിച്ച് ഇതൊക്കെ പേനെടുക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എ 10 ബി 100, രണ്ടാമത്തെ കേസിലും 25 എന്നുള്ളത് 4 കൊണ്ട് ഗുണിച്ചപ്പോൾ എന്തായി, 100 ആയി. അപ്പോൾ സി 1000 എടുത്തപ്പോഴായിരുന്നു ബി 25. അപ്പോൾ സി 1000 ബി 100 ആവണമെങ്കിൽ 25 4 കൊണ്ട് ഗുണിക്കണം, 1000 4 കൊണ്ട് ഗുണിക്കണം. അതായത് സി എത്ര ആവും, 4000 ആവും. അപ്പോൾ ഇപ്പം നമ്മളുടെ വാല്യൂസ് എന്തൊക്കെ കിട്ടി, എ 10 ബി 100 സി 4000. എ 10 സി 100, എ 10 ബി 100 സി 4000. ഇഫ് ദ വാല്യൂ ഓഫ് സി ഈസ് 5500, അതായത് 4000ൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 5500. നമുക്ക് 2 0 കളയാം. 55/40 എന്ന് പറഞ്ഞാൽ 11/8 ആണ്. 11/8 ആണ് ഒന്നിൻ്റെ വാല്യൂ. 11/8 ആണ്. സം ഓഫ് 80% ഓഫ് എ ആൻഡ് 40% ഓഫ് ബി. എ എന്ന് പറഞ്ഞാൽ 10 ആണ്. 10ൻ്റെ 80% എന്ന് പറഞ്ഞാൽ 8 ആണ്. ബി എന്ന് പറഞ്ഞാൽ 100 ആണ്. ബിയുടെ 40% ഓഫ് ബി. 40% ബി എന്ന് പറഞ്ഞാൽ 40 ആണ്. അപ്പോൾ 40 8 48. 48 ഇൻറ്റു 11/8, അതായത് 6 ഗുണം 11. നമുക്ക് എന്ത് കിട്ടും, 66 ആൻസർ കിട്ടും. ഇങ്ങനെ നമ്മുടെ ആൻസറിനകത്ത് 11 ഉണ്ട്. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എയും 11 ഉള്ളതാണ്. അപ്പോൾ 11 ഗുണം 6, 66 നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. 48/8 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി ആൻസർ കൊടുക്കാം. പേനെടുക്കാതെ ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എഴുതണമെങ്കിലും എഴുതി ചെയ്യണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതി നോക്കുക. ഇതിൽ മാക്സിമം സ്റ്റെപ്പ് കുറച്ച് എഴുതാൻ ശ്രമിക്കുക. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ആളുടെ ആനുവൽ ഇൻകം ഹാസ് ഇൻക്രീസ് ബൈ ₹5 lakh, ബട്ട് ദ ടാക്സ് ഓൺ ഇൻകം ദാറ്റ് ഹി ഹാസ് ടു പേ ഹാസ് റിഡ്യൂസ്ഡ് ഫ്രം 12% to 10%. ഹി നൗ പേസ് ₹10,000 മോർ ഇൻകം ടാക്സ്. വാട്ട് ഈസ് ഇൻക്രീസ്ഡ് ഇൻകം? ഇത് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. നേരത്തെ പ്രാക്ടീസ് ചെയ്തവരാണെങ്കിൽ ഒരുപാട് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പെൻ ഫ്രീ മെത്തേഡ് ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കണം. മലയാളത്തിലായാലും എന്തായാലും ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. ഒരാളുടെ ആനുവൽ ഇൻകം 5 ലക്ഷം കൂടിയപ്പോൾ അയാളുടെ ടാക്സ് എന്ത് ചെയ്തു, ആദ്യമേ 12% ആയിരുന്നു അയാളുടെ ഇൻകത്തിന് കൊടുക്കുന്നത്. ഇപ്പോൾ എത്രയായത്, 2% കുറഞ്ഞ് 10%. എന്നിട്ടും അയാൾക്ക് എന്ത് സംഭവിച്ചുള്ളൂ, 10,000 രൂപ അധികം ടാക്സ് അടയ്ക്കേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കൂടിയ ഇൻകം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. നമ്മുടെ ഒരാളുടെ ഇയാളുടെ ഇൻകം 5 ലക്ഷം കൂടി. അപ്പോൾ എങ്ങനെ പേനെടുക്കാതെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഒരാളുടെ ഇൻകം 5 ലക്ഷം കൂടി. 5 ലക്ഷം കൂടുമ്പോൾ ഓൾറെഡി 12% ആയിരുന്നു അവിടുത്തെ ടാക്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ എത്രയായി, 10% ഇപ്പോഴത്തെ ഇൻകം ടാക്സ്. അപ്പോൾ 5 ലക്ഷം രൂപ കൂടി. നേരത്തെ എത്രയോ പൈസ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ 5 ലക്ഷം രൂപ എന്ത് ചെയ്തു, അയാൾക്ക് കൂടി, ആനുവലായിട്ട് കൂടി. ഇപ്പോൾ അതിന് എത്ര ടാക്സ് കൊടുക്കണം, 10% ടാക്സ് ഇപ്പോൾ കൊടുക്കണം. അതായത് 50 ലക്ഷത്തിൻ്റെ അല്ലെ 5 ലക്ഷത്തിൻ്റെ 50 ലക്ഷമല്ല 5 ലക്ഷത്തിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 50,000 രൂപയാണ്. അപ്പോൾ 50,000 രൂപ അയാൾക്ക് അധികം കൊടുക്കേണ്ടി വന്നേനെ. എപ്പോഴായിരുന്നെങ്കിൽ നേരത്തെയും 10 ഇൻകം ടാക്സ്, ഇപ്പോഴും 10 ഇൻകം ടാക്സ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് കൂടി 5 ലക്ഷത്തിന് 10%, 50,000 രൂപ കൊടുക്കേണ്ടി വന്നെ. പക്ഷേ ഇവിടെ നിന്ന് നോക്കേ, അയാൾ എത്ര അധികം കൊടുക്കുന്നത്, 50,000 കൊടുക്കുന്നുണ്ടോ അധികം? ഇല്ല. എത്ര കൊടുക്കുന്നത്, 10,000 രൂപയെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 10,000 രൂപ കൊടുക്കുന്നത്? 50,000 കൊടുക്കേണ്ട അടുത്ത് 10,000 കൊടുത്തോളൂ. അതായത് 40,000 രൂപയുടെ കുറവ് വന്നു. അപ്പോൾ ആ 5 ലക്ഷം കൂടിയതിനകത്ത് വേറെ കുറവ് വരാനൊന്നുമില്ല. അപ്പോൾ ഈ 40,000 രൂപ കുറവ് വന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മളുടെ ഇനിഷ്യൽ കേസിൽ എത്രയോ ഒരു ആനുവൽ ഇൻകം ഉണ്ടായിരുന്നല്ലോ, അതിന് ആദ്യമേ 12% വെച്ചായിരുന്നു, ആ പൈസയുടെ 12% വെച്ചായിരുന്നു. അതാണ് ബേസ് എന്ന് പറയുന്നത്. അതിൻ്റെ 12% ആയിരുന്നു കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്തു, 2% റിഡക്ഷൻ വന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആനുവൽ ഇൻകത്തിൻ്റെ 2% കുറവ് വന്നത്. അപ്പോൾ അത് കാരണമാണ് എന്ത് വന്നത്, നമുക്കിവിടെ 40,000 രൂപയുടെ കുറവ് വന്നത്. അതായത് ഇനിഷ്യലായിട്ടുള്ള ആ ഒരു പൈസയുടെ 2% വാല്യൂ ആണ് 40,000 രൂപ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അതും 10% ആയിരുന്നെങ്കിൽ നമുക്ക് ചേഞ്ച് ഒന്നുമില്ല. ടോട്ടൽ 50,000 രൂപ അധികം അടച്ച് പണി തീർത്തേനെ. പക്ഷേ ഈ ഒരു ഇൻകം ടാക്സ് എന്ത് ചെയ്തു, റേറ്റും കുറഞ്ഞു, 2% കുറഞ്ഞു. അതായത് അതിൻ്റെ എഫക്റ്റ് എവിടെ വരുന്നത്, ഇനിഷ്യൽ ഉണ്ടായിരുന്ന ഇൻകത്തിലാണ്. അപ്പോൾ ആ 2% ഓഫ് ആ ഇനിഷ്യൽ ഇൻകമാണ് നമുക്ക് 40,000 രൂപയുടെ ആ ഒരു കുറവിന് കാരണം. അപ്പോൾ 2% 40,000 ആണെങ്കിൽ 1% 20,000 ആണ്, 100% 20 ലക്ഷമാണ്. അതായത് 20 ലക്ഷം രൂപയായിരുന്നു ഇനിഷ്യലായിട്ട് അയക്കുള്ള ഇൻകം. അതിൻ്റെ കൂടെ 5 ലക്ഷം കൂടെ കൂടി. ഇപ്പോൾ എത്രയായിരുന്നല്ലേ ചോദിച്ചേക്കുന്നത്, വാട്ട് ഈസ് ഇൻക്രീസ്ഡ് ഇൻകം? എത്ര ലക്ഷം രൂപയായി? 25 ലക്ഷം രൂപയായി. ഒരു പേനയുടെ ആവശ്യമില്ല. നിങ്ങൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് കണ്ടു കാണും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനത്തുള്ള മെത്തേഡ്സൊക്കെ ഉണ്ട്, കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. റേഷ്യോ ഓഫ് ഇൻകം ഓഫ് എ ടു ബി എന്ന് തന്നിട്ടുണ്ട് 5:7. എയും ബിയും സേവ് ചെയ്യുന്ന പൈസ തന്നിട്ടുണ്ട് 4,000 രൂപയും 5,000 രൂപ. ഇഫ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ ഈക്വൽ ടു 66 2/3 ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് ബി,
66 2/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/3 ആണ്. എയുടെ എക്സ്പെൻഡിച്ചർ 2 യൂണിറ്റ് ആണെങ്കിൽ ബിയുടെ എത്രയാണ്? 3 യൂണിറ്റ് ആണ് ടോട്ടൽ ഇൻകം ഓഫ് എ ആൻഡ് ബി. അപ്പോൾ ഇത് ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് നമ്മുടെ റെയിൽവേ എക്സ്പ്രസ് ഫോർ മാക്സ് എക്സ്പ്രസ് ഫോർ റെയിൽവേസ് എന്ന് പറഞ്ഞൊരു സീരീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് റേഷ്യോ പ്രൊപ്പോർഷൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അർജുന ബാച്ചിലെ റേഷ്യോ പ്രൊപ്പോർഷൻ്റെ ക്ലാസ്സിലും ഈ ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ അത് പഠിച്ചിട്ട് വരിക. അത് പഠിച്ചാലേ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പെയിൻ എടുക്കാതെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ആ മെത്തേഡിലായിരിക്കും പറയുന്നത്. മനസ്സിലാവാത്തവർ അത് കണ്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 5-7 ഇനിഷ്യൽ റേഷ്യോ. എക്സ്പെൻഡിച്ചർ റേഷ്യോ എന്താണ്? ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നതാണ് സേവിങ്സ്. അത് നമുക്ക് 2:3 എന്ന് കിട്ടും. ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ 3 ഈ സൈഡിൽ ഇവിടെ 3 എഴുതാം, ഇവിടെ 2 എഴുതാം. അപ്പോൾ 3 × 5 15, 2 × 7 14. ഡിഫറൻസ് 1 യൂണിറ്റ്. 1 യൂണിറ്റിൻ്റെ വാല്യൂ കിട്ടും. പിന്നെ എന്ത് ചെയ്യുക? 2 3. ഇവിടെ 4000, ഇവിടെ 5000. അപ്പോൾ 2 × 5000 3 × 4000 12000 - 10000 2000. 1 യൂണിറ്റിൻ്റെ വാല്യൂ 2000 ആണെങ്കിൽ എവിടുത്തെ ഒരു യൂണിറ്റ്? ഇവിടുത്തെ ഒരു യൂണിറ്റ്. 7 5 12 യൂണിറ്റ് വാല്യൂ 12 × 2 24,000. അപ്പോൾ ഇത് ഞാൻ മനഃപൂർവ്വമാണ് ഇവിടെ എഴുതാത്തത്. നിങ്ങൾ ആ ഒരു ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് പോയിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് വരിക. അത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മാക്സ് എക്സ്പ്രസ് ഫോർ റെയിൽവേസിൻ്റെ ക്ലാസ് ആണെങ്കിലും അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ മെത്തേഡ്സ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ SSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്തത് ഇലക്ഷൻ്റെ ക്വസ്റ്റ്യൻ. ഇലക്ഷൻ ബിറ്റ്വീൻ 2 കാൻഡിഡേറ്റ്സിൽ 5% ഓഫ് വോട്ടേഴ്സ് എന്ത് ചെയ്യില്ല? വോട്ട് ചെയ്തില്ല. 10% ഓഫ് ടോട്ടൽ വോട്ട്സ് പോൾഡ് വെയർ ഫൗണ്ട് ടു ബി ഈതർ ഇൻവാൾഡ് ഓർ നോട്ട്. അതായത് ടോട്ടൽ വോട്ടിംഗ് ലിസ്റ്റിൽ 5% പേര് എന്ത് ചെയ്തില്ല? വോട്ട് ചെയ്തില്ല. വിട്ട വോട്ടിൽ, അതാണ് വോട്ട്സ് പോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇട്ട വോട്ടിൽ 10% പേര് എന്ത് ചെയ്തില്ല? ഒന്നുകിൽ ഇൻവാൾഡ് അല്ലെങ്കിൽ നോട്ടയാണ്. വിന്നിംഗ് കാൻഡിഡേറ്റിന് 60% ഓഫ് ടോട്ടൽ വാൾഡ് വോട്ട് കിട്ടി. ആൻഡ് വോൺ ദി ഇലക്ഷൻ ബൈ ഇത്രയും വോട്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് വോട്ടേഴ്സ്. ഇത് ആദ്യം നിങ്ങൾക്ക് ഞാൻ ഇത് പേന എടുക്കാതെ ചെയ്യുന്നത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി എഴുതിയും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 60% ഓഫ് ടോട്ടൽ വാൾഡ് വോട്ട്. ടോട്ടൽ വോട്ടിംഗ് ലിസ്റ്റിലെ ബേസ് വേറെ, വാൾഡ് വോട്ടിൻ്റെ ബേസ് വേറെ. അർജുന ബാച്ചിൽ ഇലക്ഷൻ്റെ പ്രോബ്ലം നമ്മൾ ഒരുപാട് ചെയ്തതാണ്. അപ്പോൾ വിന്നിംഗ് കാൻഡിഡേറ്റിന് 60% ഓഫ് വാൾഡ് വോട്ട് കിട്ടിയെങ്കിൽ തോറ്റ ആൾക്ക് 40% ഓഫ് വാൾഡ് വോട്ടായിരിക്കും കിട്ടിയത്. വാൾഡ് വോട്ടിൻ്റെ 100% ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 20% ഓഫ് വാൾഡ് വോട്ട്. അത് ഞാൻ പേന എടുക്കാതെ പറഞ്ഞുതരാം. പിന്നെ വേണമെങ്കിൽ ഒന്ന് എഴുതിയും കാണിച്ചു തരാം. 20% ഓഫ് വാൾഡ് വോട്ടാണ് തന്നിട്ടുള്ളത്. 17 21 27 1 100% വേണം. ബൈ 20 × 100 എന്ന് പറഞ്ഞാൽ × 5 വരും. അപ്പോൾ ഇത് × 5 വരും ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇത് × 5 വരും ഒരു വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കാം. 7 2 ഓക്കെ × 5 വരും. അവിടെ നിൽക്കട്ടെ, ഡീറ്റെയിൽസ് നമ്മൾ നോക്കാം. ഓക്കെ, × 5 വരും. അതാണ് ടോട്ടൽ വാൾഡ് വോട്ട്. ഇതെന്ന് പറഞ്ഞാൽ വാൾഡ് വോട്ട് കഴിഞ്ഞു. 10% കഴിഞ്ഞിട്ട് ടോട്ടൽ വോട്ടിംഗ് ലിസ്റ്റ് ഉണ്ട്. 5% അതിനകത്തിട്ടില്ല. അതിനകത്തുനിന്ന് 10% ബാക്കി, റിമൈനിങ്ങിൻ്റെ 10% പോയി. എത്ര ആയിരുന്നു ഇവിടം വരെ ഉള്ളത്? അതിൻ്റെ 90% ആണ് ബാക്കിയുള്ളത്. 10% കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണോ ഇവിടെ ഉള്ളത്? അതിൻ്റെ 10% ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതിൻ്റെ ഇവിടെ എത്ര ആയിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്? അതിൻ്റെ 90% ആണ് വാല്യൂ വോട്ടായിട്ട് പോകുന്നത്. അതായത് 90% വാല്യൂ ആണ് ഈ 172 71 × 5. 100% വേണം. ബൈ 9 × 10 ആണ്. ഓക്കെ, ബൈ 9 × 10 ആണ്. ബൈ 9 ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് തമ്മിൽ വ്യത്യാസം വരും. അപ്പോൾ ബൈ 9 ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 1 ബാക്കി 9 ബാക്കി 1 9 1 9 വരും. ഡീറ്റെയിൽസ് തമ്മിൽ എത്ര വരും? 2 വരും. 2 × 5 10 1 ആണ്. അത് നോക്കേണ്ട കാര്യമില്ല. ഇപ്പം നമുക്ക് ഇവിടെ വരെയുള്ള വാല്യൂ ആയി. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം 1 ആണ് ഡീറ്റെയിൽസ് തമ്മിൽ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ 5% കഴിഞ്ഞിട്ടുള്ള ഇവിടുത്തെ വാല്യൂവിൽ നിന്നും 5% കഴിഞ്ഞു. അതായത് ഇത് കഴിഞ്ഞിട്ട് 95%. ടോട്ടൽ വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് 5% പോയി കഴിഞ്ഞാൽ 95%. 95ൻ്റെ വാല്യൂ അറിയാം. നമുക്ക് എന്ത് വേണം? 100ൻ്റെ വാല്യൂ വേണം. അതായത് നമ്മളുടെ അടിയിൽ 95 അല്ലെങ്കിൽ 90, നമുക്ക് എന്ത് വേണം? 20യുടെ വാല്യൂ വേണം. 90 അടിയിലാകുമ്പോൾ 1 വരും അടിയിലത്തെ ഡിജിറ്റ് സമ്മ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? 22ൻ്റെ വാല്യൂ വേണം. അപ്പോൾ നമ്മുടെ ആൻസറിൻ്റെ ഡിജിറ്റ് സമ്മ് 2 ആയിരിക്കും. നമ്മൾ ഓപ്ഷൻ ചെയ്തുകൊണ്ട് 7 5 12 3 ആണല്ല 1 ആണല്ല, ഇത് 2 ആണ്. 7 2 1 8 ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ. ഇത് പേന എടുക്കുക ചെയ്യാമെന്ന് വെച്ചാൽ പേന എടുക്കുക ചെയ്യാം. പക്ഷേ കുറേ പേർക്ക് ഇത് പ്രയാസമായിരിക്കും. ഞാനിന്ന് ഈ പറഞ്ഞ കാര്യം തന്നെ എഴുതി വെക്കാം. നമുക്ക് 20% വാല്യൂ പറയും. ഇത് 100%. അപ്പോൾ × 5 ചെയ്യാം, അത് കുഴപ്പമില്ല. 172 71 എന്ന് പറഞ്ഞാൽ × 5 എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാലിഡ് വോട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ 10% പേര് വോട്ട് ചെയ്തില്ല. അത് വോട്ട് ചെയ്തത് ഇൻവാൾവ് ആയിരുന്നു. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇവിടെ ഉള്ളായിരുന്ന വാല്യൂവിൻ്റെ 90% ആണ് ടോട്ടൽ ഇട്ട വോട്ടിൻ്റെ 90% ആണ് നമുക്ക് വാലിഡ് വോട്ടായിട്ട് കിട്ടിയത്. 90യുടെ വാല്യൂ അറിയാം, 100ൻ്റെ വാല്യൂ വേണം. അതൊരു സ്റ്റെപ്പ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഇൻവാലിഡൂടെ ചേർത്തുള്ള വോട്ടെന്ന് പറഞ്ഞാൽ ടോട്ടൽ വോട്ടർ ലിസ്റ്റ് നോക്കുവാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 95% ആണ്. നമുക്ക് എത്ര വേണം? 100% വേണം. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് വെട്ടിക്കളയുമ്പോൾ 1 ബാക്കി 8 ബാക്കി 1 8
19 പിന്നെ നിങ്ങൾ ഡിഗ്രി സം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പേന എടുക്കാനും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ പ്രാക്ടീസ് എത്രത്തോളം ഉണ്ടെന്ന് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അലിഗേഷൻ വെച്ച് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ അലിഗേഷൻ്റെ ക്ലാസ് അല്ലെങ്കിൽ അർജുന ബാച്ചിൽ ഈ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇത് പേന എടുക്കേണ്ട ആവശ്യമേ ഇല്ല. അർജുന ബാച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. രാധ X% ഇൻകം എന്ത് ചെയ്യുന്നു? സേവ് ചെയ്യുന്നു. ഇൻകം 28 കൂടുന്നു, എക്സ്പെൻഡിച്ചർ 20 കൂടുന്നു, സേവിങ്സ് 40 കൂടുന്നു. വാല്യൂ ഓഫ് എക്സ് ആണ് വേണ്ടത്. ഇപ്പോൾ 28 നടുക്ക് വരും, 20 മേളിൽ, 22 ഡിഫറൻസ് 8 ഇവിടെ വരും, 28 40 ഡിഫറൻസ് 12, 3 ഇവിടെ വരും. 3:2 ആണ് എക്സ്പെൻഡിച്ചറിൻ്റെ സേവിങ്ങിൻ്റെ റേഷ്യോ. ഇപ്പോൾ സേവിങ് ആണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ 2/5 40% ആണ് എന്തെന്ന് പറയുന്നത് ആ ഒരു സേവിങ്. 3 ആണെങ്കിൽ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 2 ആണ്. ഇപ്പോൾ 2/5 40% എന്ത് ചെയ്യും? അവൾ സേവ് ചെയ്യും. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. എക്സ്പെൻഡിച്ചർ ഓൺ എ കോസ്റ്റ് ഓഫ് ലിവിങ് ആൻഡ് ഫാമിലി 60% സാലറി. ഇപ്പോൾ 100 രൂപയാണെങ്കിൽ 60 എക്സ്പെൻഡിച്ചർ ഓഫ് കോസ്റ്റ്. 60 രൂപയാണ് അയാളുടെ എക്സ്പെൻഡിച്ചർ, 40 രൂപ സേവ് ചെയ്യുന്നു. ഹി ഗോട്ട് 2 ഇൻകമിൻ്റെ 30% 60%. ഇപ്പോൾ ആദ്യമേ 100 രൂപയായിരുന്നെങ്കിൽ 100ൻ്റെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ സക്സസീവായിട്ടുള്ള ഇൻക്രിമെൻ്റ് ഉണ്ടല്ലോ, നമുക്ക് ഓർഡർ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 100 എന്നുള്ള വാല്യൂ ആദ്യം 60 കൂടി 160 പിന്നെ 30% എന്ന് പറഞ്ഞാൽ 48 ആണ്. അതായത് 208 ആയി. അപ്പോൾ 100ൽ നിന്ന് 208 ആവാൻ വേണ്ടി സാലറി എത്ര കൂടിയേ? 108 രൂപ കൂടി. ഇഫ് ഈ സേവിങ്സ് ഇൻക്രീസ് ബൈ 250 എന്ന് പറഞ്ഞാൽ 2.5 ടൈംസ് ആണ്. അതായത് 40 ആണെങ്കിൽ 40 ഇനിഷ്യൽ സാലറി, ഇനിഷ്യൽ സേവിങ്. അപ്പോൾ അതേ ഇൻറ്റു 2.5, അതായത് 80ഉം 40ൻ്റെ പകുതി 100. അതൊക്കെ നമ്മൾ ഡെയിലി മാത്സിൽ എക്സസൈസ് ചെയ്യുന്നതാണ്. 100 രൂപ കൂടി. അപ്പോൾ 108 രൂപ ഇൻകത്തിലും കൂടി സേവിങ്സിൽ, നിങ്ങൾ ഫൈനൽ ഒന്നും കണ്ടുപിടിക്കണം. 108 രൂപ ഇൻകത്തിലും കൂടി 100 രൂപ സേവിങ്സിലും കൂടി. ഇപ്പോൾ 8 രൂപയായിരിക്കും നമ്മുടെ എക്സ്പെൻഡിച്ചർ കൂടിയത്. അതായത് 60 ഇനിഷ്യൽ എക്സ്പെൻഡിച്ചർ ഉള്ളത്, ഇപ്പോൾ എത്രയായി? അത് 68 ആയി. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താ? ദെൻ ദ ന്യൂ കോസ്റ്റ് ഓഫ് ലിവിങ് എക്സ്പെൻഡിച്ചർ ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ഇൻക്രീസ്ഡ് സാലറി. ഇപ്പോൾ റൗണ്ട് ഓഫ് ഇയേഴ്സിൻ്റെ എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ ന്യൂ കോസ്റ്റ് ഓഫ് ലിവിങ് എക്സ്പെൻഡിച്ചർ എത്ര? 60 68 രൂപ. ഈ 68 രൂപ എന്നുള്ളത് ടോട്ടൽ സാലറിയുടെ, ഇൻക്രീസ്ഡ് സാലറിയുടെ എത്ര പെർസെൻറ്റേജ് ആണ്? അപ്പോൾ 68 എന്നുള്ളത് ഇൻക്രീസ് സാലറി എത്ര? 208 അല്ലേ? 100 108. അപ്പോൾ 68 208ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? ഓപ്ഷൻ നോക്ക്, 30% അടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ 68 208ൻ്റെ 10% എത്രയാണ്? 20.8. അതേ ഗുണം 3 ചെയ്യുമ്പം 60 പിന്നെ 2.4 62.4. അപ്പോൾ 30% കൂടുതലാണ് ആൻസർ. ഇനി ഓപ്ഷൻ നോക്കേ, ഒരെണ്ണം 32.7, ഒരെണ്ണം 36.6. അപ്പോൾ നമുക്ക് വേണ്ടത് 35% കൂടുതലാണോ കുറവാണെന്ന് നോക്കണം. അപ്പം 35% എന്ന് പറഞ്ഞാൽ 30% 62.4, 20.8ൻ്റെ 5% എന്ന് പറഞ്ഞാൽ 10.4. അപ്പോൾ അതെന്താവും? 62 10 72 ആയിപ്പോൾ 35%. അപ്പോൾ നമ്മുടെ ആൻസർ 30% കൂടുതലാണ്, എന്നാൽ 35 കുറവാണ്. അങ്ങനെയുള്ള ഓപ്ഷൻ ഇതുണ്ട്. ഓപ്ഷൻ എ 32.7. ഒരു കാൽക്കുലേഷൻ്റെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല. നിങ്ങളെ പഠിപ്പിച്ച, ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളിത് പഠിപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെത്തേഡ്സ് നിങ്ങൾ അറിയണം. ഇങ്ങനത്തുള്ള കാര്യങ്ങളുണ്ട്. എക്സും വൈ ഇട്ടല്ല ഇതാദ്യം പഠിക്കേണ്ടത്. അതല്ല ബേസിക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഒരു തരത്തിൽ ബേസിക് മെത്തേഡാണ്. പക്ഷെ അതിന് ഉള്ള കാര്യങ്ങൾ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഇങ്ങനെ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഡെയിലി എക്സസൈസിൻ്റെ വീഡിയോ ആയിട്ടും, അതുപോലെ തന്നെ എന്തൊക്കെ നിങ്ങൾ മുന്നേ ചെയ്യണം, മാത്സ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, അതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അടുത്തത് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് മാനുഫാക്ചർഡ് ബൈ എ കമ്പനി എ വാസ് ഇത്രയും യൂണിറ്റ്സ് ഇൻ 2019, ഇത്രയും യൂണിറ്റ്സ് ഇൻ 2020. വൈൽ കമ്പനി ബിയിൽ എന്താ ചെയ്തേ? പ്രൊഡക്ഷൻ ഫെൽ ഫ്രം ഇത്രയിൽ നിന്നും ഇത്രയിലോട്ട് കുറഞ്ഞു. ഇഫ് ഇത്രയെന്ന് വെച്ചാൽ ഇത്രയും, ചുമ്മാ അത് വായിക്കേണ്ട ആവശ്യമില്ല. എക്സും വൈയും പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് മാനുഫാക്ചർഡ് ബൈ കമ്പനി എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി ഫ്രം 2019 to 2020. വാട്ട് ഇസ് എ റേഷ്യോ ഓഫ് എക്സ് ആൻഡ് വൈ? അതായത് ഇവിടെ നിന്നും ഇവരുടെ ഇതിലുണ്ടായ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാനുഫാക്ചറിങ്ങിലുണ്ടായ പെർസെൻറ്റേജ് ചേഞ്ചിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. എക്സ് ഈസ്റ്റ് വൈ ആണ് വേണ്ടത്. ഇപ്പോൾ ഇനിഷ്യൽ കേസിൽ എന്താ 12,500 നിന്നും 10,625 മാറി. ഡിഫറൻസ് എത്ര വരും ഇവർ തമ്മിലുള്ളത്? ഇതിൻ്റെ കൂടെ 10,000ൻ്റെ കൂടെ 375 രൂപ കൂട്ടുമ്പോൾ, നിങ്ങളിങ്ങനെ വായിച്ചാൽ മതി, ചുമ്മാ എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. 375 രൂപ കൂട്ടുമ്പോൾ 11,000 ആയി. പിന്നെ ഒരു 1,500 ഉണ്ട്. അപ്പോൾ 1,500 375 1,875 കുറഞ്ഞത്. അപ്പോൾ ഈ ഒരു 12,500 എത്ര പെർസെൻറ്റേജ് ആണ് 1,875 കണ്ടുപിടിക്കണം. 10% 1,250. പിന്നെ 1,875 625 രൂപ കൂടുതലല്ലേ? അതായത് 1,250 10% ആണെങ്കിൽ അതിൻ്റെ പകുതി 5% 625. അതായത് 10ഉം അതിൻ്റെ പകുതി 15% എന്ത് ചെയ്തത്?
ആ ഒരു ഡിക്രീസ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഡിക്രീസ്. എക്സിൻ്റെ വാല്യൂ എത്രയാണ് 15. അപ്പോൾ ഇത് പെർസെൻറ്റേജ് നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അത് ആ ഒരു ലെവലിൽ പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. അങ്ങനെ പഠിച്ച് നിങ്ങൾക്ക് ഒരു പേന എടുക്കാതെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പറ്റും. യെസ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 15 ഇനി രണ്ടാമത്തെ കേസിൽ നോക്ക്, 34,000 എന്നുള്ളത് 30,600 എത്രയാണ് കുറഞ്ഞത്? 400ഉം 31,000 പിന്നെ 3,000. അതായത് 3,400 കുറഞ്ഞത്. 34,000 3,400 എന്ന് പറഞ്ഞാൽ 10%. ഇപ്പോൾ വൈയുടെ വാല്യൂ എന്ത് കിട്ടി? 10 കിട്ടി. എക്സിൻ്റെ വാല്യൂ 15 കിട്ടി. 15:10 എത്രയാണ്? 5 വെച്ച് കിട്ടുമ്പോൾ 3:2. ഓപ്ഷൻ 3 നമുക്ക് ആൻസർ കൊടുക്കാം. ഇത്രയും ക്വസ്റ്റ്യനിൽ നമ്മൾ പേന എടുത്തിട്ടേ ഇല്ല. ക്വസ്റ്റ്യൻ നോക്കൂ. A is 20% less than B and C is 30% more than D. If D is 25% less than A, which of the following is true എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു വാല്യൂ കൊടുക്കുന്നത് ശ്രദ്ധിച്ചോണം. അപ്പോൾ നോക്ക്, C is 30% more than D. If D is 25% less than A. ഇപ്പോൾ ഇവിടെ നോക്കാം, A is 20% less than B. ഇപ്പോൾ Bക്ക് ഞാൻ 100 കൊടുക്കുകയാണ്. അപ്പോൾ Bക്ക് ഞാൻ 100 കൊടുക്കുകയാണെങ്കിൽ A എത്ര കിട്ടി? അതിനേക്കാൾ 20% കുറച്ച് 80 കിട്ടി. അപ്പോൾ A 80, B 100. ഇനി ഡി എന്ത് കിട്ടും? ഡി എന്ന് പറഞ്ഞാൽ ഡി ഈസ് 25% ലെസ് താൻ എ ആണ്. അതായത് എ 80 ആണെങ്കിൽ 25% ആണെങ്കിൽ 1/4 അതൊക്കെ അറിയണം. 80ൻ്റെ 1/4 എന്ന് പറഞ്ഞാൽ 20. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ എയേക്കാളും 25% എന്താണ്? ലെസ്സാണ്. അതായത് എ 80 ആയതുകൊണ്ട് അതിനേക്കാൾ 25% 20 കുറഞ്ഞ് ഡി എത്രയാണ്? 60. അപ്പോൾ എ നമുക്ക് എത്ര കിട്ടി? ഇതൊക്കെ മൈൻഡിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കൂ. പറ്റും, പ്രാക്ടീസ് ചെയ്താൽ പറ്റും. എ 80, ബി 100, ഡി 60. സി 30% മോർ ദാൻ ഡി. 60 ഡിയേക്കാളും 60ൻ്റെ 30% 18. 18 കൂടി സി എത്രയാണ്? 78. നമുക്ക് എന്തൊക്കെ കിട്ടി? എ നമുക്ക് 80, ബി നമുക്ക് 100, സി നമുക്ക് 78, ഡി നമുക്ക് 60 കിട്ടി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? സി ഈക്വൽ ടു 0.39 ബി. ഇപ്പോൾ 78 എന്ന് കാണുമ്പോൾ 39ൻ്റെ മൾട്ടിപ്പിൾ അത്. സി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയത്? സി നമുക്ക് 78 കിട്ടിയത്. 78 എന്ന് പറഞ്ഞാൽ 0.39 ഇൻറ്റു ബി 100 അല്ല. അടുത്ത് ഓപ്ഷൻ ബി, ഓപ്ഷൻ 2, ബി ഈക്വൽ ടു 100 ഈക്വൽ ടു 0.39 ഇൻറ്റു സി അല്ല, 39 ഇൻറ്റു 78 അല്ല. ഓപ്ഷൻ 3, സി ഈക്വൽ ടു 0.78 ഇൻറ്റു ബി. സി എന്ന് പറഞ്ഞാൽ 78, ബി എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ 100 ഗുണം 0.78 എന്ന് പറഞ്ഞാൽ 78. ഓപ്ഷൻ സി എന്ത് ചെയ്യാം? ഒരു പേന പോലും എടുക്കാൻ നിങ്ങൾക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. എ, ബി, സി ആർ 3 സ്റ്റുഡൻസ്. എ ഗോട്ട് 36% ലെസ് മാർക്ക് ദാൻ ബി ആൻഡ് 16% മോർ മാർക്സ് ദാൻ സി. ഇഫ് ബി ഗോട്ട് 145 മാർക്സ് ദെൻ വാട്ട് ആർ ദ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ സി? അപ്പോൾ ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എക്ക് 36%. 36% എന്ന് പറഞ്ഞാൽ എന്താണ്? 4 വെച്ച് കിട്ടുമ്പോൾ 9/25. അതായത് 25 ആണെങ്കിൽ 9 കുറച്ചാണ് ആർക്ക് കിട്ടിയത്? എക്ക് കിട്ടിയത്. 25 9 കുറച്ചാൽ 16. അപ്പോൾ 16 യൂണിറ്റ് എക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബിക്ക് 25 യൂണിറ്റാണ് കിട്ടിയത്. അപ്പോൾ ബിക്ക് 145 കിട്ടിയെന്ന് പറഞ്ഞു. 145 കിട്ടിയെന്ന് പറഞ്ഞാൽ 25ൻ്റെ വാല്യൂ ആണ് 145. 5 വെച്ച് കിട്ടുമ്പോൾ 5 വെച്ച് കിട്ടണോ? 25 വേണ്ട, ഡിറ്റിസം വേണമെങ്കിൽ ചെയ്യാം. 25ൻ്റെ വാല്യൂ ആണ് 145. നമുക്ക് എന്ത് വേണം? നമുക്ക് 16ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ എയുടെ മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആ ഡിറ്റിസം അങ്ങ് ചെയ്യാം. അടിയിൽ 25 വരും. 25ന് 7. അപ്പോൾ മേളിൽ താഴെ 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 4 ഗുണം ഇവിടെ 1 145. അപ്പോൾ 4 ഗുണം 1 4, പിന്നെ 25 എന്ന് പറയുമ്പോൾ 25 നമുക്ക് എത്ര? എയുടെ വാല്യൂ 16. 4 ഗുണം 16 ആകുമ്പോൾ 1 6 7. 7 4 28 വരും. ഡിറ്റിസം 1 അത് നോക്കേണ്ട കാര്യമില്ല. ദെൻ വാട്ട് ഈസ് മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ സി? സി എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഇതിൻ്റെ 116%. അപ്പോൾ 1 × 116/100. 6 1 6 1 7 1 8 8 നമ്മുടെ ഡിസം. ആൻസറിനായിട്ട് 8 ഡിസംബറുള്ള ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ 3 ഉള്ളൂ. അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ എഴുതി കാണിക്കാൻ വേണമെങ്കിൽ എക്ക് 36% ലെസ്സാണ് കിട്ടിയത്. അപ്പോൾ ബിക്ക് 25 ആണെങ്കിൽ എക്ക് 16 കിട്ടിയത്. 25ൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 140. ഓക്കെ, 145. നമുക്ക് 16ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ എയുടെ വാല്യൂ കിട്ടും. ഇതിൻ്റെ 116%. 16% കൂടുതലാണ്. 116/100 ആണ് വേണ്ടത്. ഇതിൻ്റെ ഇവിടെയാണ് ഞാൻ കാൽക്കുലേഷൻ ചെയ്തത്. 7 കിട്ടി. 7 ആകുമ്പോൾ 4 കൊണ്ട് ഗുണിക്കണം. 4 ഗുണം 1 4. ഇവിടെ 7. 4 ഗുണം 7 28. ഇതിൻ്റെ എത്രേൻ്റെ ഡിസം എന്ത് വരും? 1 വരും. ഡിസം എന്ന് പറഞ്ഞാൽ എന്ത് വരും? 6 1 7 1 8. നമ്മുടെ ആൻസറിൻ്റെ ഡിസം 8 ആയിരിക്കും. ഇതാണ് ഞാൻ എന്ത് ചെയ്തത്? പെൻ ഫ്രീ ആയിട്ട് ചെയ്തത്. ഡിസം എന്താണെന്ന് അറിയാത്തവർക്ക് ഡിസമിൻ്റെ ക്ലാസ് ഇതിൻ്റെ കൂടെ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. ഇപ്പോഴത്തെ സി ജിയിൽ അല്ലെങ്കിൽ അടുത്ത സി ജിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ മാർക്ക് കിട്ടാത്തത്, കട്ട് ഓഫ് ക്ലിയർ ആവാത്തത് എന്നുള്ളൊക്കെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമാണ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്നവർക്ക് ഇതിൻ്റെ ഗുണം ഉണ്ടാവും. നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കാനും പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ 9 ക്വസ്റ്റ്യൻ ചെയ്തു. 9 ഞാൻ പേന എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സെർട്ടൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രം എക്സ് അപ്പിയർഡ് ഇൻ ദ എക്സാമിനേഷൻ 30% ഓഫ് ദ സ്റ്റുഡൻസ് ഫെയിൽഡ്. 150% more students than those from school X appeared in the same examination from school Y. If 80% of the total number of students who appeared from X and Y passed, what is the percentage of students who failed in Y? നമുക്ക് അലിഗേഷൻ വെച്ച് ഈസി ആയിട്ട് ചെയ്യാം. എക്സിൽ നിന്ന് 100 പേര് പോയെങ്കിൽ 150% കൂടുതൽ ആര് പോയി? വൈയിൽ പോയി.
അത് 250 പേര് വൈയിൽ പോയി. അപ്പോൾ 100:250 നമുക്ക് റേഷ്യോ എടുക്കുമ്പോൾ 2:5 എന്ന് വന്നു, 50 വെച്ച് കിട്ടുന്നു. അപ്പോൾ എക്സിൽ നിന്നും ഫസ്റ്റ് സ്കൂളിൽ നിന്ന് 2 പേര് പോയാൽ രണ്ടാമത്തെ സ്കൂളിൽ നിന്ന് 5 പേര് പോയി. എക്സിൽ നിന്ന് എത്ര പേര് തോറ്റു? 30% പേര് തോറ്റു. വൈന്ന് എത്ര പേര് തോറ്റെന്ന് നമുക്ക് അറിഞ്ഞൂടാ, അതാണ് ചോദിച്ചേക്കുന്നത്. 80% ടോട്ടൽ പാസ്സായി രണ്ടിൽ നിന്ന്. അപ്പോൾ നടുക്ക് എന്ത് വരും നമുക്ക്? 80% പാസ്സായെങ്കിൽ ടോട്ടലിൽ നിന്ന് 20% ഫെയിലായി. അപ്പോൾ ഇവിടെ നമുക്ക് 30, 20, ഇവിടെ 2, ഇവിടെ 5. 30, 20 ഡിഫറൻസ് എത്രയാണ്? എഴുതേണ്ട ആവശ്യമില്ല, 10 ആണ്. അപ്പോൾ അലിഗേഷൻ എന്താണെന്ന് എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയണം. അപ്പോൾ 5ൻ്റെ വാല്യൂ 10 ആണെങ്കിൽ 1ൻ്റെ വാല്യൂ 2 ആണ്, 2ൻ്റെ വാല്യൂ 4 ആണ്. 20 നിന്നും ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറയുന്നതുകൊണ്ട് 20 നിന്ന് 4 കുറച്ച് എന്ത് ചെയ്തു? 16 എഴുതി. വേണമെങ്കിൽ എഴുതി വേണമെങ്കിൽ ചെയ്യാം, നിങ്ങളുടെ മൈൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇതും മൈൻഡിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2:5 എഴുതി. ഇവിടെ 30% ഫെയിലായി, ഓവറോൾ 20% ഫെയിലായി. ഇതിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഈ 5ൻ്റെ വാല്യൂ ആണ് 10 യൂണിറ്റ്. ഓക്കെ, ഇതൊക്കെ അലിഗേഷൻ്റെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. അലിഗേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു അർജുന ബാച്ചിൻ്റെ ക്ലാസ്സിൽ കാണാൻ അതിനകത്ത് ചെയ്തിട്ടുള്ളതാണ് ഈ മെതഡൊക്കെ. 5ൻ്റെ വാല്യൂ ആണ് 10, 1ൻ്റെ വാല്യൂ 2, 2ൻ്റെ വാല്യൂ 4. ഓക്കെ, അപ്പോൾ 4 എന്ത് ചെയ്യാം? ഞാൻ അന്ന് കുറച്ച് 16 ആൻസർ കൊടുക്കാം. ഇതും പക്ഷേ എന്താണ്? ഇതും പെയിൻ ഫ്രീ ക്വസ്റ്റൻ ആണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, നിങ്ങളുടെ പ്രാക്ടീസ് ഇത്രത്തോളം ഉണ്ടെന്ന് അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് പേന എടുക്കാതെ, ഇതും 10 ക്വസ്റ്റ്യൻസ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ല, സിമ്പിളായിട്ട് വന്ന് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അല്ല, അത്യാവശ്യം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു. നിങ്ങളുടെ ഈ ക്രാഷ് കോഴ്സിലെ ക്ലാസ്സുകളെല്ലാം നിങ്ങളുടെ ക്ലാസ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാക്ടീസിന് അല്ലെങ്കിൽ എക്സാമിന് ഒരു ബൂസ്റ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടാത്ത, വേറെ ചാനലിൽ നിന്ന് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇത് എല്ലാവരും നന്നായിട്ട് പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് കണ്ട് കളയാതെ ഇതിൽ വർക്ക് ചെയ്യുക. എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പോയിൻ്റ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നവർ കാണും. അപ്പോൾ അവർക്ക് കുറച്ച് സമയമെങ്കിലും ലാഭിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യം. അല്ലെങ്കിൽ ഒട്ടും മനസ്സിലാവാത്തവർക്ക് അവരുടെ പ്രിപ്പറേഷൻ്റെ ലെവലും മനസ്സിലാക്കാൻ പറ്റും. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ എൻ്റെ ക്ലാസ് നോട്ടുകൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.